നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. m is equal to 2 minus 1 1 0 p q r s a b c and d b integers such that m raised to 26 is p q r s and summation m power k equal to 1 to 26 is a b c d, which of the statements are true? അപ്പൊ ഓപ്ഷൻ എ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് there is a 2x2 invertible matrix n with the real entries mn is equal to n times 1 1 0 1 എന്നാണ് പറയുന്നത്. അത് നമ്മൾ വേഗം വെറുതെ ഡിറ്റർമിനന്റ് എടുത്തിട്ട് പരിശോധിച്ചാൽ മതി. അല്ല, ആക്ച്വലി അങ്ങനത്തെ ഒരു n കൺസ്ട്രക്ട് ചെയ്തിട്ട് തന്നെ പ്രൂവ് ചെയ്യണം കേട്ടോ. വേറെ മെത്തേഡുകളുണ്ട്, പക്ഷേ ശരിക്കും ഇതിൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു n ഉണ്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പല ആളുകൾക്കും ഇതിൽ ചിലപ്പോൾ ഫ്ലൂക്കിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ചെയ്യാം. നമ്മൾ n എന്ന് പറഞ്ഞ മാട്രിക്സ് ഇതാ ഇങ്ങനത്തെ ഒരു യു വി ഇങ്ങനെ ചൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം എം എൻ എന്ന് പറയുന്ന സാധനം എം യു എം വി ആയിരിക്കും. ഓക്കെ, 2 അൺനോൺ പോലെ വിചാരിച്ചോട്ടെ. അതിൽ 4 അൺനോൺ ഉണ്ട്, പക്ഷെ 2 അൺനോൺ പോലെ എടുത്തു കഴിഞ്ഞാൽ അത് വെക്ടേഴ്സ് ആക്കിയിട്ട് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അവർ പറയണത് എന്താ വെച്ചാൽ n ടൈംസ് 1 1 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യു വി ടൈംസ് 1 1 0 1 ആണ്. അപ്പൊ ഇത് ഒരു 1/2 ആണ്, ഇത് 2/2 ആണ്. ഫൈനൽ ഔട്ട്പുട്ട് വരാൻ പോണത് യു ഉണ്ടാവും ഇവിടെ, പിന്നെ ഇവിടെ യു പ്ലസ് വി ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് എം യു ഇസ് ഈക്വൽ ടു യു എന്നും കിട്ടും. അതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് വി എന്നും കിട്ടും. ഓക്കെ, അപ്പൊ എം യു ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മൈനസ് ഐ ടൈംസ് യു ഇസ് ഈക്വൽ ടു 0 വെക്ടർ എന്ന് കിട്ടും. അപ്പൊ എം മൈനസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മൈനസ് ഐ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1 മൈനസ് 1 1 മൈനസ് 1 ടൈംസ് സം യു വെക്ടർ ഇസ് ഈക്വൽ ടു 0 വെക്ടർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന എന്താണ്, ഇവിടെ 1 മൈനസ് 1 1 മൈനസ് 1 ആണല്ലോ, 0 വെക്ടർ കിട്ടണം. അപ്പൊ യു ക്യാൻ ബി ചോസൺ ആസ് 1 1. സിമ്പിൾ ട്ടോ, ഒരു പോസിബിലിറ്റി ആണ് കേട്ടോ, ഇഷ്ടം പോലെ പോസിബിലിറ്റി ഉണ്ട്. യു ക്യാൻ ബി ചോസൺ ആസ് 1 1 ട്ടോ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എം മൈനസ് ഐ ടൈംസ് വി വെക്ടർ ഇസ് ഈക്വൽ ടു യു വെക്ടർ എന്നാണ് കിട്ടണത് 1 1. അതായത് 1 മൈനസ് 1 1 മൈനസ് 1 ടൈംസ് വി വെക്ടർ ഇസ് ഈക്വൽ ടു 1 1 എന്ന് നമുക്ക് കിട്ടണം. അപ്പൊ അഗൈൻ 1 1 കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ബേസിക്കലി എന്ത് കിട്ടണം, നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് കോളാണ് വരേണ്ടത്, ഫസ്റ്റ് കോളം വരണം. ഓക്കെ, അപ്പൊ വി ക്യാൻ ബി ചോസൺ ആസ് എന്താ ചെയ്യാം, ഐ വെക്ടർ ആയിട്ട് ചൂസ് ചെയ്യാം 1 0. അപ്പൊ നമ്മള് എൻ എന്താന്ന് കിട്ടി, എൻ ഇസ് ഗോയിങ് ടു ബി 1 1 1 0. അങ്ങനത്തെ ഒരു സാധനം സിമ്പിൾ ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോ 1 1 1 0 എന്ന് പറഞ്ഞ സാധനം എൻ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തു. അതൊരു എന്താണ്, ഒരു ഇൻവെർട്ടിബിൾ മാട്രിക്സ് ആണ്. അങ്ങനത്തെ ഒരു മാട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു വിഷമമില്ല, സിമ്പിൾ ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, നമ്മളത് ഫിഗർ ഔട്ട് ചെയ്യണം, ഫ്ലൂക്കിൽ ഉത്തരം കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത പാർട്ടിലേക്ക് പോകാം നമുക്ക്. അപ്പൊ അടുത്ത പാർട്ടിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എം എന്ന് പറയുന്നതിന്റെ സം ഓഫ് eigen വാല്യൂസ് ഡിറ്റർമിനന്റും ട്രേസും നോക്കാം. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ സാധനം 1 ആണ്, അതുപോലെ ട്രേസ് 2 ആണ്. അപ്പൊ eigen വാല്യൂസ് 1 ഉം 1 ഉം ആണ്. എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്നത് യൂണിപൊട്ടന്റ് മാട്രിക്സ് ആണ്. അപ്പൊ എം എന്ന് ഐ കുറച്ച് കഴിഞ്ഞാൽ അത് നിൽപൊട്ടന്റ് ആയിരിക്കും. അപ്പൊ എം ഇസ് ഈക്വൽ ടു സം ഐ പ്ലസ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവും. എം ഇസ് ഈക്വൽ ടു സം ഐ പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. എക്സ് ഇസ് എ നിൽപൊട്ടന്റ് മാട്രിക്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സാധനം ഇതിൽ നിന്ന് ഐ കുറച്ചതാണ് കേട്ടോ. 1 മൈനസ് 1 1 മൈനസ് 1 ഇങ്ങനെയാണ് നമ്മുടെ എക്സ് വരിക. അപ്പൊ ഇനി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അവർ പറഞ്ഞത് എം പവർ 26 നമുക്ക് കണ്ടുപിടിക്കണം. എം പവർ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പവർ 26 എന്ന് പറയുന്നത് ഐ പ്ലസ് 26 എക്സ് ആയിരിക്കും. സോ ദിസ് ഇസ് 1 0 0 1 പ്ലസ് 26 മൈനസ് 26 മൈനസ് 26 എന്ന് വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 27 മൈനസ് 26 മൈനസ് 25 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ എം പവർ 26 കിട്ടിയിരിക്കുന്നത്. എം പവർ 26 ആണ് പി ക്യു ആർ എസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർ എനി ടു ഗിവൺ ഇന്റിജേഴ്സ് എം ആൻഡ് എൻ there exist unique integers x and y such that
ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ സിസ്റ്റം ഇങ്ങനെയാണ്, പി ക്യു ആർ എസ് ടൈംസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എം എൻ എന്ന് പറഞ്ഞ സിസ്റ്റം ആണ്. അപ്പൊ അതിന് യുണീക്ക് ഇൻഡിജർ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാൻ വേണം ഡിറ്റർമിന്റ് വാല്യൂ മാട്രിക്സ് നോക്കുമ്പോൾ അതെല്ലാം ഇൻഡിജേഴ്സ് ആണ്. പുറമെ ഡിറ്റർമിന്റിന്റെ വാല്യൂ 1 - 1 വന്നാൽ മതി, അപ്പൊ ഫ്രാക്ഷൻ വരില്ല. ഓക്കെ, അപ്പൊ ഡിറ്റർമിന്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഡിറ്റർമിന്റ് ഓഫ് എം പവർ 26 ആണല്ലോ. ഈ മാട്രിക്സ് എന്ന് പറഞ്ഞ സാധനം എം പവർ 26 ആണ്. ഡിറ്റർമിന്റ് ഓഫ് എം പവർ 26 എന്ന് പറഞ്ഞ സാധനം, ഡിറ്റർമിനന്റ് ഓഫ് എം പവർ 26 എന്ന് പറഞ്ഞ സാധനം ഡിറ്റർമിനന്റ് ഓഫ് എം റേസ് ടു 26 ആ. ഡിറ്റർമിനന്റ് ഓഫ് എം 1 ആ, അപ്പൊ ഇത് 1 ആ, അതുകൊണ്ട് പ്രശ്നമില്ല. ആൻഡ് അപ്പൊ അവിടെ എന്തുണ്ട്, നമുക്ക് മനസ്സിലായി അവിടെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്, യുണീക്ക് ഇൻഡിജർ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റാ. സി ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഇത് കിട്ടണം, ഏത് എം പവർ കെ സമ്മേഷൻ കണ്ടുപിടിച്ചിട്ട് എ ബി സി ഡി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു വിഷമമില്ല, നമുക്ക് എം പവർ കെ എന്ന് പറഞ്ഞ സാധനം ഐ പ്ലസ് കെ എക്സ് ആണ്. അപ്പൊ സമ്മേഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to 26. 26 അവർ കയ്യിൽ നിന്ന് എടുത്ത നമ്പറാണ്, 2026 പേപ്പർ ആയതുകൊണ്ട് അങ്ങനെ വന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to 26 എം പവർ കെ വരും. അത് 26i പ്ലസ് 26 into 27/2 ടൈംസ് എക്സ് എന്ന് വരും. അപ്പൊ ഇത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ നമ്മളുടെ എ ബി സി ഡി എന്ന് പറഞ്ഞ മാട്രിക്സ്, എ ബി സി ഡി എന്ന് പറഞ്ഞ മാട്രിക്സ് ഇസ് ഗോയിങ് ടു ബി എത്രയായിരിക്കും, 26i പ്ലസ് 27 into 13, 21 7 27. അപ്പോൾ 1 4 പിന്നെ 3 തെറ്റി തോന്നുന്നു, 21 ഇവിടെ 8 ആണ്, 8 5 351 എക്സ് ആണ് വരുന്നത്, 351. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 26 0 0 26 പ്ലസ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു പ്രശ്നമില്ലേ, 351 ടൈംസ് എക്സ്. അപ്പോൾ 351, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ തെറ്റിപ്പോവരുത്, ഇപ്പോൾ എനിക്കിപ്പോൾ തെറ്റിയ പോലെ 351 മൈനസ് 351. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് അൾട്ടിമേറ്റ്ലി 377 വരും, പിന്നെ മൈനസ് 351 വരും, പിന്നെ ഇവിടെ 351 വരും, പിന്നെ മൈനസ് 325 വരും. അപ്പോൾ എ അവർ 378 എന്നാണ് പറയുന്നത്, തെറ്റാ, 378 അല്ല, 377 വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഡി ഓപ്ഷൻ നോക്കുക, ഡി ഓപ്ഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എ പ്ലസ് ടി ബി പിന്നെ സി ഡി പ്ലസ് ടി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ടൈംസ് എക്സ് വൈ ഈക്വൽ ടു 1 - 1. ഇതിപ്പോൾ നമ്മൾ ഓപ്ഷൻ ബിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓപ്ഷൻ നെക്സ്റ്റ് ഏതാ, ഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു മാട്രിക്സ് ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ, ഈ ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ മാട്രിക്സ് പി എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം, പി മാട്രിക്സ് പറഞ്ഞ സാധനം എന്താ നോക്കിക്കേ, എ പ്ലസ് ടി ഐ ആണ്, എ പ്ലസ് ടി ഐ ആണ് ഈ മാട്രിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ എ ബി സി ഡിന്റെ കൂടെ പിന്നെ ഡയഗണൽ എൻട്രീസിൽ ടി ടി വെച്ച ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ, എ പ്ലസ് ടി ഐ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിനെന്താണ്, ഇതിന്റെ ഡിറ്റർമിനന്റിനെ കുറിച്ചാണ് അറിയേണ്ടത്. അപ്പോൾ ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്യാൻ ഒരു വിഷമമില്ല, സോറി എ പ്ലസ് ടി ഐ എന്നല്ല, ഐ എം സോറി, ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞ സാധനം ഏതാ, 26i പ്ലസ് 351x പ്ലസ് ടി ഐ ആണ്. സോ 26 പ്ലസ് ടി ടൈംസ് ഐ പ്ലസ് 351x ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന്റെ എക്സിന്റെ ഐഗൻ വാല്യൂസ് 0 0 ആണ്. 26 പ്ലസ് ടി ഐന്റെ ഐഗൻ വാല്യൂസ് പറഞ്ഞത് 26 പ്ലസ് ടിയും 26 പ്ലസ് ടിയും ആണ്. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് പി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 26 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ ആയിരിക്കും, പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്, ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ പോസിറ്റീവ് റിയൽ നമ്പർ ടി. അപ്പോൾ യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത് കറക്റ്റാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ജെയ്ക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐഗൻ വാല്യൂ വെച്ച് അപ്രോച്ച് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും.